നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 55. സുചിത്ര തൻ്റെ മൂത്ത മകളെ അന്വേഷിച്ചു. അവളെ എവിടെയും കാണാൻ സാധിച്ചില്ല. പെട്ടെന്ന് തന്നെ സുചിത്രയുടെ കണ്ണിൽ കാവ്യയുടെ രൂപം കണ്ടു. നീ ഇവിടെ നിൽക്കുകയാണോ? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്താ അമ്മേ, എന്തു പറ്റി? നിന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നിൻ്റെ കാര്യത്തിലേ എനിക്ക് പേടിക്കാനുള്ളൂ. അതുകൊണ്ടാണ് നിന്നോടിത് പറയണമെന്ന് വിചാരിച്ചേ. എന്താ അമ്മേ, പറയേ. ദേ, നിൻ്റെ അച്ഛനുണ്ടല്ലോ, ഇപ്പോൾ ഒരുത്തനെ ചൂണ്ടിക്കാണിച്ച് ഇനി നിൻ്റെ വലിയേട്ടനാന്നൊക്കെ പറഞ്ഞൊരു ഒരാളുണ്ടല്ലോ ഇവിടെ, ആ ജയ്. അവരങ്ങ് വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? നീ അല്ലെങ്കിലും പൊട്ടിയാണെന്ന് എനിക്കറിയാം. നീ എന്ത് കണ്ടാലും വിശ്വസിക്കുന്ന സ്വഭാവമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നോടിത് പ്രത്യേകം പറഞ്ഞത്. അവനെ ആളത്ര ശരിയല്ലെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. നിൻ്റെ അച്ഛനെ എന്ത് കലക്കി കൊടുത്തിട്ടാണോ അവൻ വീഴ്ത്തിയതെന്ന് മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. നിൻ്റെ അച്ഛൻ ചില സമയത്തൊക്കെ ഈ സ്നേഹത്തിനങ്ങ് അടിമപ്പെട്ടു പോകുന്ന ടൈപ്പാണ്. അതുകൊണ്ട് എടുക്കുന്ന പൊട്ട തീരുമാനങ്ങൾ നമ്മളങ്ങ് അനുഭവിച്ചാൽ മതിയല്ലോ. അച്ഛൻ്റെ വാക്കും കേട്ട് നീ അവനെ വിശ്വസിക്കാനോ അവനോട് സംസാരിക്കാനോ പോവാൻ നിൽക്കരുത്. മനസ്സിലായോ? അവൾ ഒന്നും മറുപടി പറഞ്ഞില്ല. മൗനമായത് കേട്ടു നിന്നു. നിനക്കെന്തെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞത്? നീ എന്തെങ്കിലും വീഴ്ച നിൽക്കുന്നത്? കാവ്യയുടെ മുഖം കണ്ട് ദേഷ്യത്തിൽ സുചിത്ര ചോദിച്ചു. അമ്മ പറഞ്ഞതെനിക്ക് മനസ്സിലായി. പെട്ടെന്നൊരാൾ വരുമ്പോൾ അയാളെ പെട്ടെന്ന് വിശ്വസിക്കാനുള്ള അമ്മയുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ അച്ഛൻ ഇന്ന് വരെ അങ്ങനെ ഒരാളെ ചേർത്ത് പിടിച്ചൊരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനൊരു തീരുമാനം അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ? അമ്മ എന്താ അത് മനസ്സിലാക്കാതെ? ഒറ്റ ദിവസം കൊണ്ട് നമ്മളങ്ങ് വിധി എഴുതണോ അമ്മേ? കാവ്യ വളരെ പതുക്കത്തിൽ ശാന്തമായി ചോദിച്ചു. നീയും കണക്കാണ്, നിൻ്റെ അച്ഛനും കണക്കാണ്. നിങ്ങൾ രണ്ടുപേരെ ഈ ഒരു കാറ്റഗറിയിലുള്ളൂ നമ്മുടെ കുടുംബത്തിൽ. എന്തായാലും ഞങ്ങളത്ര പൊട്ടന്മാരല്ല. അവനെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അവൻ്റെ മുഖം കണ്ടാൽ അറിയാം. അല്ലെങ്കിൽ നീ തന്നെ ആലോചിച്ച് നോക്ക്. നിൻ്റെ അച്ഛൻ്റെ സ്വഭാവം വെച്ച് അങ്ങനെ ഒരുത്തനെ എന്ത് കണ്ടിട്ടാ? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അച്ഛൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അയാൾ കണ്ടു കാണും. എനിക്ക് നിന്നോട് തർക്കിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് പറയാണ്, മേലിൽ അവനോട് സംസാരിക്കാനോ അവനെ വിശ്വസിക്കാനോ അച്ഛൻ പറയുന്നത് കേൾക്കാനോ നിൽക്കരുത് അവൻ്റെ കാര്യത്തിൽ. മനസ്സിലായോ? പെൺകുട്ടികളാ അവൻ്റെ നോട്ടപ്പുള്ളിന്ന് എനിക്ക് കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. മറുപടിയായി കാവ്യ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് മനസ്സിലായി അമ്മയോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും. ശരി അമ്മ, ഞാൻ സൂക്ഷിച്ചോളാം. അതാണ് ഞാൻ പറഞ്ഞത്. സൂക്ഷിച്ച നിനക്ക് കൊള്ളാം. നിൻ്റെ അച്ഛൻ്റെ വാക്കും കേട്ട് ഏതോ ഒരുത്തനെ അങ്ങ് വിശ്വസിച്ച് പോയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിനക്കറിയാലോ, നിങ്ങൾ 3 പെൺമക്കളായതുകൊണ്ട് എനിക്ക് നല്ല ആദിയുണ്ട്. നിങ്ങളെ കെട്ടിച്ച് വിടുന്നവരെ എൻ്റെ ആദ്യം അവസാനിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് പറയാം. മനസ്സിലായല്ലോ? മനസ്സിലായമ്മ. കാവ്യ വളരെ ശാന്ത സ്വഭാവം തന്നെയായിരുന്നു. അവളുടെ വാക്കുകളിലും ആ ശാന്തത നിലനിന്നിരുന്നു. ഇതും പറഞ്ഞ് സുചിത്ര അകത്തേക്ക് ചെന്നു. ഈ കോലാഹലങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നു. ആഘോഷങ്ങൾ രാത്രിയുടെ മങ്ങലിൽ തീരാൻ പോകുന്നു. ജയ് വല്ലാതെ ഒരവസ്ഥയിലൂടെയായിരുന്നു ആ സമയത്ത് കടന്നുപോയത്. പലയിടത്തും പല മുഖങ്ങൾ. പലരും ജയ്യെ നോക്കി സ്നേഹം പ്രകടിപ്പിക്കുകയും പുഞ്ചിരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പലരും അസൂയയോടെ ജയ്യെ കാണുന്നുണ്ട്. പല മുഖങ്ങളിലും പല വികാരങ്ങളാണ് ജയ്യോട്. ജയ് എന്ന വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാത്ത ബന്ധുക്കൾ. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവൻ ഈ കുടുംബത്തിലെ എല്ലാമാണെന്ന് വെള്ളിയേട്ടൻ്റെ പ്രസ്താവന. എല്ലാം കൂടി പലരുടെയും ചിന്തകൾ ഒരുപാട് കടന്നു കയറിയിട്ടുണ്ട്. ഇവനാര് ഇത്ര പെട്ടെന്ന് ഈ കുടുംബത്തിലേക്ക് കടന്നു കയറാൻ മാത്രം എന്ന ചോദ്യം പല ബന്ധുക്കളിലുണ്ടായിരുന്നു. പലർക്കും ദേഷ്യവും വെറുപ്പും തന്നോടുണ്ടെന്ന് പലരുടെയും നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ജയ് മനസ്സിലാക്കി. അധികം ആരോടും ജയ് സംസാരിക്കാൻ ചെന്നിട്ടില്ല. ഇങ്ങോട്ട് വന്നവർക്ക് ചോദിച്ചതിനുള്ള മറുപടി മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം ആ രാത്രി നല്ല രീതിയിൽ അവസാനിപ്പിക്കണം, അമ്മയെ സന്തോഷിപ്പിക്കണം. അതായിരുന്നു അവൻ്റെ മനസ്സിൽ. അതിൽ കൂടുതലായിട്ടൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല. അമ്മയുടെ വാക്കുകളിൽ നിന്ന് കാവ്യ ഒരല്പം ചിന്തിച്ചു.
അമ്മ പറയുന്നത് പോലെ ഒരു വ്യക്തിയായിരിക്കില്ല ജയ്യെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരാളെ ഒരിക്കലും അച്ഛൻ തൻ്റെ കുടുംബത്തിൽ കയറ്റില്ല. അച്ഛനൊരിക്കലും അത്ര വലിയ പൊട്ടനല്ല എന്ന് കാവ്യയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാവ്യ ജയ്യെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. കാരണം ജയ്യെ അച്ഛൻ എന്ത് കണ്ടിട്ടാണ് കുടുംബത്തിലേക്ക് കയറ്റിയതെന്നറിയണം. കാവ്യയുടെ മനസ്സിൽ കാവ്യയുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ പിടിക്കാൻ അത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ജയ്യോട് അല്പം അടുക്കാൻ കാവ്യ തീരുമാനിച്ചു. കാവ്യ ജയ്യെ തേടി നിലഞ്ഞു. പെട്ടെന്നൊരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു ജയ്. കാവ്യ ജയ്യെ തന്നെ നോക്കി. കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. പെട്ടെന്നൊരു ദിവസം തൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ഇന്നു മുതൽ ഇവൻ തൻ്റെ വല്യേട്ടനാണെന്ന് തൻ്റെ അച്ഛൻ്റെ പ്രഖ്യാപനം. എല്ലാം കൂടി എന്തൊരു ക്വാളിറ്റി ആയിരിക്കും ഇവനിലുണ്ടാവുന്നത് എന്ന് കാവ്യ മനസ്സിൽ ചിന്തിച്ചു. അമ്മയോട് വളരെ ശാന്തമായി മറുപടി പറഞ്ഞ കാവ്യയുടെ ഉള്ളിൽ മറ്റൊരു ചിന്തയുണ്ടായിരുന്നു. ഇവനോടടുക്കുന്നത് തൻ്റെ അച്ഛൻ്റെ മനസ്സിലേക്കുള്ള ഒരു തുറുപ്പുചീട്ടാണ്. തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ എനിക്കിവനെ വേണം. കാവ്യയുടെ മനസ്സിൽ പല പല ചിന്തകളായിരുന്നു. ജയ്യെ നോക്കി നിൽക്കുന്ന കാവ്യയെ കണ്ടുകൊണ്ടാണ് കാവ്യയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നത്. എന്താ മോളെ നീ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. അല്ല, അമ്മ പറയായിരുന്നു അച്ഛൻ ചൂണ്ടിക്കാണിച്ച വല്യേട്ടനെ അങ്ങടങ്ങ് വിശ്വസിക്കണ്ടെന്ന്. അതെന്താ? അല്ല, അമ്മ പറയാ ഇന്നത്തെ കാലത്തുള്ള ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. നിൻ്റെ അമ്മ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ? കാവ്യയും അച്ഛനും ഒന്ന് ചിരിച്ചു. അങ്ങനല്ല മോളെ, ഇവൻ പാവാണ്, പഞ്ചപാവം. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ അത്രയ്ക്ക് അവനെ ബോധിച്ചു, അതുകൊണ്ടാ. എനിക്ക് മനസ്സിലായ അച്ഛാ. പെട്ടെന്നൊരാളെയൊന്നും അച്ഛൻ കുടുംബത്തിൽ കയറ്റില്ലെന്ന് എനിക്കറിയാം. അച്ഛൻ അങ്ങനെ ഒരാളെ ബോധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അയാൾക്ക് അത്രയും ക്വാളിറ്റി ഉണ്ടാവും, അതെനിക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന് ചേർന്ന സ്വഭാവമാണ് ഇവൻ്റെ ജോലി നീ നോക്കണ്ട. ബാക്കിയെല്ലാം കൊണ്ടും ഇവൻ നമ്മുടെ കുടുംബത്തിൽ ചേർന്ന പയ്യൻ തന്നെ. അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമായി അവനെ. പിന്നെ അല്ലാണ്ട് എനിക്ക് അത്രയ്ക്കങ്ങ് ബോധിച്ചു മോളെ. മോൾക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഇവനെ. ഇവൻ നിൻ്റെ വല്യേട്ടനായിട്ട് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു അച്ഛാ. അല്ലെങ്കിലും എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായ ഒരു കാര്യമാണ്. ഒരു സഹോദരൻ കൂടെ ഉണ്ടാവുന്നത് ജീവിതത്തിൽ എപ്പോഴും ഒരു ധൈര്യമാണ്. എല്ലാ കാര്യങ്ങളും അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ആളെ ബുദ്ധിമുട്ടിക്കാലോ. കാവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കല്ലേ. അല്ലച്ചാ, ഞാൻ പറഞ്ഞതാ. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് അച്ഛൻ എനിക്ക് തന്നത്. അതെ മോളെ, അവൻ നിനക്ക് നല്ലൊരു സഹോദരനായിരിക്കും. കാവ്യയെ ചേർത്ത് പിടിച്ച് വല്യേട്ടൻ സന്തോഷത്തോടെ പറഞ്ഞു. ആ സമയം ഹാളിൻ്റെ ഒരു മൂലയിൽ തനിച്ചിരിക്കുകയായിരുന്നു ജയ്. അവൻ്റെ ചിന്തകളിൽ ആ സമയം കടന്നുപോയത് ഒരു വലിയ തിരിച്ചറിവായിരുന്നു. ഇന്നു മുതൽ ഈ വീട്ടിൽ തനിക്ക് കിട്ടുന്നത് സ്നേഹം മാത്രമല്ല, പലരുടെയും വെറുപ്പിനും താൻ ഒരു ഘടകമാണ്. ഈ വീട്ടിൽ ഇനിയുള്ള 6 മാസം തൻ്റെ ജീവിതം താൻ വിചാരിക്കുന്നത്ര എളുപ്പമായിരിക്കില്ല. ഈ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരെയും തന്നെ ഒരുപാട് വെറുക്കുന്നവരെയും തനിക്ക് കിട്ടും. ഇവർക്ക് 2 പേർക്കിടയിൽ ഈ 6 മാസം താൻ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെ സാധിക്കും? ഒരു പക്ഷേ ഇവർ തന്നോട് കാണിക്കുന്ന വെറുപ്പ് ഈ കുടുംബത്തിലേക്കുള്ള ഒരു പ്രശ്നമായി മാറുമോ? ജയ്യുടെ ചിന്തകൾ പലതവണയായി മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ആ സത്യം ജയ് തിരിച്ചറിഞ്ഞു. ഇന്നു മുതൽ ഈ വീട്ടിൽ തനിക്ക് സ്നേഹം മാത്രമല്ല വെറുപ്പും കൂടി കിട്ടും. ഈ ഭാഗം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.